ഇനി നമ്മളുടെ കാറ്റഗിസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പലരും പങ്കുവച്ചു ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനം വളരെ പ്രയോജനകരമായിക്കൊണ്ടിരിക്കുന്നു എന്ന്. എല്ലാവർക്കും നന്ദി. ഇത് ശരിക്കും വളരെ വിസ്മയനീയമായ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വിജയത്തിലേക്ക് നയിക്കാനും ദൈവാനുഭവത്തിൻ്റെ അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ കണ്ടോ ആ വെള്ളച്ചാട്ടങ്ങളുടെ ആഴത്ത് വിളിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. നമ്മൾ ഇന്നലെ ആരംഭിച്ചു എന്താണ് പ്രാർത്ഥന. ആ ഭാഗം ഒന്നുകൂടി വായിക്കുകയാണ്. 2559 CCC നമ്പർ 2559. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ അലയടിയാണ് പ്രാർത്ഥന. വിശുദ്ധ കൊച്ചു ത്രേസ്യ സ്വർഗത്തിലേക്കുള്ള ലളിതമായ ഒരു നോട്ടം കണ്ടോ. കൊച്ചു ത്രേസ്യയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണത്. ലാളിത്യം, ടെൻഡർനെസ്, ലളിതമായ ഒരു നോട്ടം. പരീക്ഷണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും നിലവിളിയാണിത്. തുടർന്നുള്ള പാരഗ്രാഫ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. അതിനുശേഷം അതൊന്ന് വായിക്കാം. മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. അഥവാ ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയാണത്. പക്ഷേ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം സംസാരിക്കുന്നത് നമ്മുടെ അഹന്തയുടെ തന്നിഷ്ടത്തിൻ്റെയും ഔന്നത്യത്തിൽ നിന്നാണോ അതോ വിനീതവും അനുതാപപൂർണവുമായ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്നാണോ? തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. വേണ്ട വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എളിമയാണ് പ്രാർത്ഥനയാകുന്ന സൗജന്യ ദാനം സ്വീകരിക്കാൻ വേണ്ട മനോഭാവം. മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഭിക്ഷുവാണ്. അപ്പോൾ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദാനം, ഇതാണ് പ്രധാന കാര്യം. എന്നാൽ ആ ദൈവത്തിൻ്റെ ദാനം നമ്മൾ സ്വീകരിക്കുന്നതിന് വേണ്ട നമ്മുടെ ഒരുക്കമാണ് പ്രധാന കാര്യം. മറ്റൊരു പ്രധാന കാര്യം അതിൽ നമ്മൾ മനസ്സിലാക്കി എളിമ, വിനീതം. എളിമയാണ് പ്രാർത്ഥനയുടെ അടിത്തറ. ഇനി 2613 പിന്നെ നമ്മൾ പഠിച്ചതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അതിൽ 3 ലൂക്കായുടെ സുവിശേഷത്തിലെ ഈശോ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച അതിമനോഹരവും വിസ്മയനീയവുമായ 3 സംഭവങ്ങളെ ഉദ്ധരിച്ചുള്ള പ്രബോധനമാണത്. ഞാൻ പറഞ്ഞു ഇത് മാർപ്പാപ്പ പല പ്രാവശ്യം പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. 2613 3 കാര്യം. ഒന്ന്, അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. പൗരോഹിത്യ ശുശ്രൂഷയാണ് ലൂക്കായുടെ പ്രധാന തീം. ലൂക്കാ സുവിശേഷത്തിൻ്റെ മുഴുവനും. ഒന്നാമത്തേത്, നിർബന്ധ ബുദ്ധിയായ സ്നേഹിതൻ നമ്മെ അവിരാമമായ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. അവിരാമമായ പ്രാർത്ഥന. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരുവന് ആവശ്യമുള്ളതെന്തും സർവോപരി എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവിനെയും സ്വർഗീയ പിതാവ് നൽകും. അപ്പോൾ അതിൻ്റെ അല്പം വിശദാംശത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി പോവുകയാണ്. ലൂക്ക 11. അപ്പോൾ ലൂക്ക 11ൻ്റെ പ്രത്യേകത ഇവിടെയാണ്. ചരിത്രപ്രസിദ്ധമായ വാക്ക്
ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ ഈ 11-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് തുടർന്ന് പകുതിയോളം ഭാഗം ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിശദീകരിച്ചുള്ള പ്രബോധനമാണ്. അപ്പോൾ ആ പ്രബോധനത്തിലാണ് അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവനൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഇപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കണം, എത്ര സ്നേഹിതന്മാരിവിടെ ഉണ്ട്. അതാണ്, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അപ്പം എത്ര പേരായി? നിങ്ങളും ഒരു സ്നേഹിതനാണ് അയാളുടെ. മറ്റൊരു സ്നേഹിതൻ യാത്രാമധ്യേ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതക് അടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെയാണ് പ്രബോധനം, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്പം ഇത്രയും ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ 11-ാം അധ്യായം നാച്ചുറലി 10-ാം അധ്യായത്തിന് ശേഷമാണല്ലോ. 10-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത, 10-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ 72 പേരെ ഈശോ ലോകത്തിലേക്ക് അയക്കുന്നു. അവരോട് പറഞ്ഞതാണ്, വിളവ് വളരെ, വേലക്കാർ ചുരുക്കം, നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അതാണ്. ഇനി അങ്ങനെ ഈശോ അതിൻ്റെ അവസാനത്തിൽ മർത്താ മറിയത്തിൻ്റെ ഭവനത്തിൽ വരുന്നു. മർത്താ മറിയത്തിനോടൊപ്പം ഈശോ അവിടെ ആയിരിക്കുമ്പോൾ മറിയം ഈശോയുടെ പാദാന്തികത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അഥവാ ഈശോയെ കേൾക്കുന്നു. അതിനുശേഷമാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനം. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണിത്. നമ്മൾ മനസ്സിലാക്കി, മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിനു മുൻപേ ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. അത് സ്വർഗസ്ഥനായ പിതാവ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയാണെങ്കിൽ, ഇവിടെ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈശോ അവിടെ 3 പേരുടെ ഒരവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുവൻ മറ്റൊരാളുടെ വീട്ടിൽ വന്നിട്ട് അർദ്ധരാത്രിക്ക്, ആരെങ്കിലും പാതിരയ്ക്ക് ഒരാളുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കുകയോ വല്ലതും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വളരെ വിസ്മയനീയമായ കാര്യമാണ്. അർദ്ധരാത്രി ഒരുവൻ മറ്റൊരാളുടെ വീട്ടിൽ ചെല്ലണം. എന്തിനാ? അവന് വേണ്ടി ഒന്നും ചോദിക്കാനല്ല, എൻ്റെ ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു. വഴിമധ്യേ യാത്രക്കിടയിൽ അവന് ഒന്നും കഴിക്കാനില്ല. അപ്പോൾ ഈ വഴിമധ്യേ എന്ന് പറയണതും യാത്രാമധ്യേ എന്ന് പറയണതും സ്നേഹിതൻ എന്ന് പറയണതും രാത്രി എന്ന് പറയണതിനും എല്ലാം വലിയ അർത്ഥമുണ്ട്. എന്നിട്ട് ഈ സ്നേഹിതൻ പറയുകയാണ്, ഞാൻ എൻ്റെ കുട്ടികളോടൊപ്പം ശയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടെങ്കിലും ഞാൻ ഒരല്പം കാര്യം ഇതിനകത്ത് പറയുകയാണ്. കർത്തൃപ്രാർത്ഥന, പിതാവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് ഈശോ കർത്തൃപ്രാർത്ഥനയിൽ മത്തായിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈശോ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നാണ്. അപ്പോൾ മത്തായിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇവിടെ സ്വർഗസ്ഥനായ പിതാവിനോടാണ് എല്ലാ പ്രാർത്ഥനകളും. അപ്പം ഈ 3 പേരുടെ ഈ ഉപമയിൽ ഒരാൾ പറയാണ്, ഒരാൾ മക്കളോടൊപ്പമാണ്. അപ്പോൾ അതൊരു പിതാവിൻ്റെ ഫിഗറാണ്, ഒരു ഫാദർ ഫിഗറാണ് അവിടെ. ഈ രാത്രിയിൽ മുട്ടി വിളിക്കുന്നത് ഈശോ മിശിഹ തന്നെയാണ്. ഈശോ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി. ആരാണ് തൻ്റെ സ്നേഹിതർ? നമ്മളെല്ലാവരുമാണ്. യാത്രാമധ്യേ എന്താണ് ഈ യാത്ര? ഈ യാത്ര ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. ആ യാത്രാമധ്യേ നമുക്ക് വേണ്ടതെല്ലാം നൽകാൻ രാത്രിയിൽ വിലപിച്ച് ഈശോയുടെ ജീവിതത്തിൽ എന്നും രാത്രി പ്രാർത്ഥന തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിക്ചർ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് പ്രധാന രഹസ്യം. ഇനി എത്രത്തോളം പ്രാർത്ഥിക്കണം എന്നതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. നമ്മൾക്കുണ്ടാകേണ്ട വളരെ വലിയൊരു വ്യത്യാസം ഇതാണ്. നമ്മൾ ഇത്ര സമയം പ്രാർത്ഥിക്കൂ, ഇന്നത് പ്രാർത്ഥിക്കൂ, ഇത്ര മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമുണ്ട്. ഇങ്ങനെ അല്ല പ്രാർത്ഥനയുടെ ഒരു നിയമം. ലെക്സ് ഒറാൻഡി ലെക്സ് കഡൻഡി നമ്മൾ പഠിച്ചു. നമുക്ക് അടിസ്ഥാനപരമായി മാറ്റേണ്ട ചില ചട്ടങ്ങളിൽ ഒന്നാണ് ഇത്ര മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതിയാ, അധികമായാൽ അമൃതും വിഷം. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മളിൽ ചിലർക്ക് ദിനരാത്രം പ്രാർത്ഥിക്കാനുള്ള വരമുണ്ട്. ഇവിടുത്തെ നമ്മളുടെ നിത്യാരാധനാ കേന്ദ്രത്തിൽ ഒരു സഹോദരി വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിനക്ക് ഈ നിത്യാരാധനാ കേന്ദ്രത്തിൽ ദിനരാത്രം പ്രാർത്ഥിക്കാനുള്ള വിളിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ വിളി അതാണ്. പിന്നെ എന്താ നീ ഇവിടെ വന്ന് താമസിച്ച് പ്രാർത്ഥിക്കാത്തത്? എനിക്ക് എന്താ പറയുക, എനിക്ക് ഇപ്പോൾ ജർമ്മൻ ഭാഷയിൽ ഇങ്ങനെയാണ് എനിക്ക് ഹാബെ അതിനെ ഹുണ്ട് ഉണ്ട്, അതിനെ കാറ്റ്സേ. എനിക്ക് ഒരു നായ, ഒരു പട്ടിയുണ്ട്, ഒരു പൂച്ചയുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ മറ്റ് പല സാഹചര്യങ്ങളും കൊണ്ട് ദൈവത്തിൻ്റെ നിധി തന്നെയായ ഈ പ്രാർത്ഥനയെ അവഗണിച്ച് അതിന് വേണ്ട വില കൊടുക്കാതെ ഉള്ള ഒരു ജീവിത രീതിയാണ് കത്തോലിക്കരായ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈശോ ദേവാലയ ശുദ്ധീകരണം നടത്തിയിട്ട് പറഞ്ഞത് എന്താ? എൻ്റെ ഭവനം സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനാലയമായിരിക്കും എന്ന് പറയണത് ഈ കത്തോലിക്ക സഭയെക്കുറിച്ചാണ്. എൻ്റെ സഭ, ഇറ്റ് മസ്റ്റ് ബി എ ചർച്ച് ഓഫ് പ്രെയർ. അതാണ്. നമ്മൾ രാവിലെ ഒന്ന് കുരിശരിച്ചു, അത് കഴിഞ്ഞ് ജോലിയെല്ലാം ചെയ്തു, പിന്നെ ഉച്ചയ്ക്ക് പള്ളിമണി അടിക്കണ നേരത്ത് ഒന്ന് കുരിശരിച്ചു, പിന്നെ രാത്രി വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോൾ ഒന്ന് കുരിശരിച്ചു, പിന്നെ രാത്രി പിള്ളേരെ കൊന്തെല്ലാം സമയമാടാ പാടാ, പിള്ളേരെ പ്രാർത്ഥിക്കടാ, ഒരുപാട് നേരം ഒന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ, എനിക്ക് അടുത്ത സീരിയൽ കാണാനുള്ളതാണ്. ഓക്കെ, വേഗം പ്രാർത്ഥിക്കും. രാജപുനരുത്സവത്തിലെ പല മൂലാണെന്ന് രാജപുന വാണം വിട്ട പോലെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഒന്ന് മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചേ മതിയാവും. സ്നേഹമുള്ളവരെ, ഇത് മാറണം. നമ്മുടെ ഈ ശൈലി മാറണം.
ഇതെവിടെയെങ്കിലും ആരംഭിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഈ ശൈലി മാറണം. സമയബന്ധിതവും ആയിട്ടുള്ള ഒരു പ്രാർത്ഥന മാറി ദൈവം നമുക്ക് തരുന്ന ദാനം സ്വീകരിക്കാൻ വേണ്ട ആ തുറവിയും അതിനെക്കുറിച്ചുള്ള വ്യാപ്തിയും അതിനെക്കുറിച്ചുള്ള നിർബന്ധതയിലൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ അത് സാവധാനം മാറ്റാൻ ശ്രമിക്കണം നമ്മൾ. അപ്പോൾ എന്നോട് ചിലരും ചോദിക്കുമ്പോൾ ഞാൻ പറയണത് അതിനൊരാളെങ്കിലും അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ഇപ്പോൾ വീട്ടിൽ ഒരാൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷെ മറ്റുള്ളവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. മിക്കവാറും കുടുംബങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അത്രയ്ക്ക് ദൈവത്തെ സ്നേഹിച്ച് അങ്ങ് അത് മുഴുവനും അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരാളെങ്കിലും രാവിലെ മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങും, കർത്താവേ ഇന്ന് കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഇന്ന് വീട്ടിലെ പ്രാർത്ഥന നന്നായിട്ട് നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ഒരുക്കണമെല്ലാം, സമയവും എല്ലാ കാര്യങ്ങളും ഒരുക്കണം. ഞാനിത് പറയുന്നത് എൻ്റെ അപ്പനിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും അപ്പൻ പറയുന്നത് 8 മണിക്ക് വീട്ടിലെത്തണം, 8 മണിക്ക് വീട്ടിലെത്തണം, കുടുംബ പ്രാർത്ഥന. എന്നിട്ടൊരു ഓട്ടമാണ്, അവിടെ എത്തിയിരിക്കും. ഇത് ഞാൻ പറയണത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ കുടുംബത്തിൽ നിന്നല്ല ഇതൊക്കെ പഠിക്കണത്. അതാണ് കുടുംബത്തിൽ നിന്ന് തന്നെ ഇതെല്ലാം പഠിക്കേണ്ടത്. അതാണ് നമ്മളെ ഈ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വശത്ത്. മറുവശത്ത് പിന്നെ വചനങ്ങളിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അത് പറയാൻ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, അവൻ അപ്പം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പോണില്ല. അതാണ് ഇവിടെ പറയുന്ന ആശയം. നിർബന്ധ ബുദ്ധിയായ സ്നേഹിതൻ എന്നുള്ളതാണ് ഈശോ പറയുന്ന ശീർഷകം. നിർബന്ധ ബുദ്ധി. ഞാനിത് കിട്ടാതെ പ്രാർത്ഥന നിർത്തുന്ന പരിപാടിയില്ല. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ സ്നേഹിതൻ എന്നുള്ള നിലയിൽ അവനൊന്നും കൊടുത്തില്ലെങ്കിലും അവൻ്റെ നിർബന്ധം മൂലം അവന് കൊടുക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യാണ്. ആ 3 അപ്പം എന്ന് പറയുന്നത് പ്രതീകാത്മകമാണ്. ഒന്ന് ഭൗതികമായ കാര്യം തന്നെയാകാം, മറ്റ് അത് 3 തിയോളജിക്കൽ വെർച്യൂസ്, ദൈവിക പുണ്യങ്ങളാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതാണ് വിശുദ്ധന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇനി രാത്രി എന്നത് വലിയ രഹസ്യമാണ്. യാത്ര മധ്യേ എന്നുള്ളത് നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ തീർത്ഥാടനമാണ്. ഇനി അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ചോദിക്കുവിൻ. ഈശോ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈശോയുടെ ഏറ്റവും കൂടുതൽ പ്രബോധനം ബൈബിളിൽ. ഈ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ഈശോ നൽകിയിരിക്കുന്ന പ്രബോധനം വിവിധ തരത്തിലുള്ള പ്രാർത്ഥനയാണ്. ഇപ്പം ഇവിടെ ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുന്നവന് ലഭിക്കും, മുട്ടുന്നവന് തുറന്നു കിട്ടും എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉദാഹരണം പറയാൻ. വളരെ ലളിതമായ ഉദാഹരണം. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് പറയണത്. നിങ്ങളിൽ ആരുണ്ട്? ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? കണ്ടോ, നമ്മുടെ കുടുംബാവസ്ഥയല്ലേ. മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ നമ്മൾക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കണം? നമ്മുടെ യാചനകളെല്ലാം ഒരു ഭൗതികമായ അർത്ഥത്തിലോ ഭൗതികമായ കാര്യങ്ങൾക്കോ ആയി പോകുന്നു. അല്ലെങ്കിൽ ഒന്നും ചോദിക്കുന്നില്ല, ആ കടമ നിർവഹിക്കാൻ പ്രാർത്ഥിക്കുന്നു.
ഇങ്ങനെ അങ്ങ് ഒരു കടമ നിർവഹിക്കാൻ പ്രാർത്ഥിക്കുന്നത്. എന്തോ ഒരു വലിയ രഹസ്യമാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. മറിയം പരിശുദ്ധാത്മാവിലൂടെ, ബെനഡിക്ട് പാപ്പ എല്ലാം പറയുന്നത് ഇതാണ് പ്രപഞ്ചത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവം. ദൈവം മനുഷ്യനായി ഒരു സ്ത്രീയിലൂടെ ആ വിസ്മയനീയതയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാന പ്രാർത്ഥന. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അത് നിർത്തി, അത് ചെല്ലുമ്പോൾ അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് എന്ത് പ്രയോജനം? 460 CCC 460 460 തോന്നുന്നു. 460 കണ്ടോ? ദൈവം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി, ദൈവവചനവുമായി നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടുന്ന് മനുഷ്യനായി. കണ്ടോ? ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അത് അടിസ്ഥാന പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് സാവധാനം പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കണം. സ്വർഗസ്ഥനായ പിതാവ് ഓടിച്ച് പ്രാർത്ഥിക്കാതെ സാവധാനം പ്രാർത്ഥിക്കണം, ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ സാധാരണക്കാരായ നമ്മൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായി എന്തു തരും? നല്ല ദാനങ്ങൾ തരും. എന്ത് ദാനമാണ് ഇവിടെ മാർപ്പാപ്പ അല്ലെങ്കിൽ ഇവിടെ സഭയുടെ പ്രബോധനം പറയുന്നത്? എന്താണ്? സർവോപരി എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ സ്വർഗസ്ഥനായി. അപ്പം നമുക്കുണ്ടാകേണ്ട മറ്റൊരു ചലനം, നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗീയ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഭാഗം കഴിഞ്ഞ് അടുത്ത 2-3 ഭാഗത്തിലേക്ക് വരികയാണ്. ഇതിൽ നിർബന്ധ ബുദ്ധിക്കാരിയായ വിധവ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ ഒന്ന് ഊന്നിപ്പറയുന്നു. നിരന്തരമായും വിശ്വാസജന്യമായ ക്ഷമയോടുകൂടിയും പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത. എന്നിട്ട് പറയാണ്, എങ്കിൽ പോലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ഭൂമുഖത്തെ വിശ്വാസം കാണുമെന്ന് വിചാരിക്കുന്നുവോ? അത്രയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണത്. നമ്മൾക്ക് ഉത്തരം പറയാൻ സാധിക്കണം. വിശ്വാസം കാണും എന്നാണ് ജോൺ പോൾ II മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെയും നിർബന്ധ ബുദ്ധിക്കാരിയായ ഒരു വിധവ, ഇത് നമ്മൾക്കറിയാം. ലൂക്കായിൽ തന്നെ 18-ാം അധ്യായത്തിൽ ഒരു വിധവ ഒരു ന്യായാധിപൻ്റെ അടുത്ത് വന്ന് ന്യായം നടത്തി തരാൻ വേണ്ടി അയാളുടെ പുറകെ നടക്കും. അവസാനം അയാൾ വിചാരിക്കും, ഇവള് കുറേ നാളത്തേക്ക് അവൻ 18:4 അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. എന്നിട്ടാണ് പ്രസിദ്ധമായ വചനം. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ഈ ന്യായാധിപൻ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാൻ കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നടത്തി കൊടുക്കും. ഇവിടെ നീതി എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. ആ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഇവിടുത്തെ പ്രധാന വിഷയം രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ്, തുടർച്ചയായി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ്. അൺസീസിംഗ്ലി പ്രേ അൺസീസിംഗ്ലി. ഇനി മൂന്നാമത്
ഫരിസേയരും ചുങ്കക്കാരും, അതും ഈ 18-ാം അധ്യായത്തിൽ തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ വിനയമാണ് അതിലെ പ്രതിവാദ്യം. ദൈവമേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. സഭ നിരന്തരം ഈ പ്രാർത്ഥന സ്വന്തമാക്കുന്നു. എന്താണ്? കർത്താവേ കനിയണമേ. കണ്ടോ, ലത്തീൻ കുർബാന ക്രമത്തിൽ ആദ്യം തന്നെ കർത്താവേ കനിയണമേ. അപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥന ഫരിസേയനും ചുങ്കക്കാരനും. ഫരിസേയൻ അവിടെ അറിയാം, ഫരിസേയൻ തന്നെ ന്യായീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉപവസിക്കുന്നു, ഇത്ര പ്രാവശ്യം ഉപവസിക്കുന്നു, ഇന്നതൊക്കെ ചെയ്യണു, ഇവൻ്റെ പോലെ അല്ല. എന്നാൽ ഈ ചുങ്കക്കാരനാകട്ടെ മുകളിലേക്ക് തല ഉയർത്താൻ പോലും സാധിക്കാതെ വളരെ വിനയത്തോടെ കർത്താവേ പാപിയായ എൻ്റെ മേൽ കനിയണമേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾക്കുണ്ടാകേണ്ട വലിയ ഒരു ഞാൻ പറയുമ്പോൾ സാധാരണ പറയണത് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. നമ്മൾ ചുങ്കക്കാരനും ഫരിസേയനും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഫരിസേയൻ്റെ ഹൃദയം ഇപ്പോഴും ആ പഴയ നിയമത്തിലെ ഹൃദയമാണ്. നമ്മൾ ഏത് നിയമത്തിലാണ്? നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾ പാപികളാണ്. എന്നാൽ ഏത് പാപിയാ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപിയാണ്. നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയുടെ മാതിരിയുള്ള ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണേ. എന്നിട്ട് എന്താ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ? നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആണോ? അപ്പോൾ ഹൃദയമാണ്. ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയുടെ ഇത് പഠിക്കുമ്പോൾ ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വിനീതമായ അവസ്ഥയാണ്, ഹൃദയത്തിൻ്റെ ഭാഷയാണ് പ്രാർത്ഥന. നമ്മൾ പുസ്തകത്തിൽ നോക്കി കുറേ പ്രാർത്ഥിക്കുന്നു, കുറച്ച് കാണാപ്പാഠം പ്രാർത്ഥിക്കുന്നു, കുറച്ച് ഇത്ര നമ്പർ പ്രാർത്ഥിക്കും. ഇതൊന്നും പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്ക് വേണ്ട മാതിരി നമ്മളെ നയിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ വരൾച്ച, പല ബുദ്ധിമുട്ടുകൾ, കഷ്ടതകളെല്ലാം കാരണം നാം വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുന്നില്ല, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല, വിനയത്തോടെ പ്രാർത്ഥിക്കുന്നില്ല. ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അല്ലാണ്ട് എങ്ങനെ ഇത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ഇനി അടുത്ത ഖണ്ഡിക 2763 ശ്രദ്ധിക്കണം. എല്ലാ ലിഖിതങ്ങളും, നിയമവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും യേശുവിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായ? പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ലൂക്ക 24:44. സുവിശേഷം ഈ സദ്വാർത്തയാണ്. അതാണ് സുവിശേഷം. ഇത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ പ്രാർത്ഥിച്ചത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഒന്നല്ലത്. പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മളുടെ പ്രധാന പ്രശ്നം. നമ്മളിപ്പോഴും വിചാരിക്കണത് ഇതൊന്നും പൂർത്തിയാകില്ല. പറയണ്ട, എൻ്റെ കർത്താവേ, എന്താ പറയാ, ഇതെല്ലാം ഇടിഞ്ഞൊളിഞ്ഞ് വീഴും, ലോകം ഇപ്പം അവസാനിക്കും എന്നെല്ലാം പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്ന അവസ്ഥയാണ് ഒരു പ്രാർത്ഥനയുടെ അവസ്ഥ. എന്നാൽ എന്താണ് സുവിശേഷം? എന്താണ് സദ്വാർത്ത? ഇതാ, നിയമവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും യേശുവിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ലിഖിതങ്ങളും. സുവിശേഷം ഈ സദ്വാർത്തയാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രഘോഷണം വിശുദ്ധ മത്തായി ഗിരിപ്രഭാഷണത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മുടെ പിതാവിനോടുള്ള പ്രാർത്ഥന ഈ പ്രഘോഷണത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്താണ്. ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് കർത്താവ് കനിഞ്ഞു നൽകിയ ഓരോ യാചനയും പ്രകാശിതമാകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഇനി ആ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പ്രാർത്ഥനയെ വിശദമായി നമ്മൾ പഠിച്ചു. അത് സാവധാനം പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ. കർത്തൃപ്രാർത്ഥനയാണ് ഏറ്റവും സമ്പൂർണമായ പ്രാർത്ഥന. അതാണ്
അതുകൊണ്ടാണ് മതബോധനത്തിൻ്റെ അവസാന ഭാഗത്ത് 100-ൽ പരം ഖണ്ഡികകൾ എടുത്ത് ആ പ്രാർത്ഥനയുടെ വിസ്മയനീയതയെ നമ്മൾ പഠിച്ചത്. കർത്തൃ പ്രാർത്ഥനയാണ് ഏറ്റവും സമ്പൂർണമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ നമുക്ക് ന്യായമായി ആഗ്രഹിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെയാണ് പോയിന്റ്. അവ ആഗ്രഹിക്കേണ്ട ക്രമത്തിൽ ചോദിക്കുകയും ചെയ്യുന്നു. അതിനൊരു ക്രമമുണ്ട്, അത് വളരെ പ്രധാനമാണ്. ഈ പ്രാർത്ഥന നാം എന്ത് ചോദിക്കണമെന്ന് മാത്രമല്ല, ഏത് ക്രമത്തിൽ അവ ആഗ്രഹിക്കണമെന്നും പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കി 7 സ്റ്റെപ്പാണുള്ളത്. ആദ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പ്രീഫേസ്, അതിൻ്റെ ആമുഖം, ഞങ്ങളുടെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പഠിച്ചു, ഞങ്ങളുടെ പിതാവേ എന്ന് ബൈബിളിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഈശോ പറഞ്ഞിട്ടുള്ളൂ. അത് മത്തായിയുടെ സുവിശേഷത്തിലെ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള സ്ഥലത്താണ്. മറ്റുള്ളിടത്തെല്ലാം പിതാവേ, എൻ്റെ പിതാവേ, നിങ്ങളുടെ പിതാവേ എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ പിതാവേ എന്ന് ഒറ്റ സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മളിതിൽ നിന്ന് പഠിച്ചു. ഞങ്ങളുടെ, അതായത് ഈശോയുടെ പിതാവും നമ്മുടെ പിതാവും, ഈശോ നമ്മുടെ സഹോദരനായി നമ്മോടൊത്ത് പ്രാർത്ഥിക്കുന്നു. അതാണ് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഇനി 7 സ്റ്റെപ്പുകളാണുള്ളത്. അത് മൂന്നാമത്തേത് അങ്ങയുടെ നാമം പൂജിതമാകണമേ. അതാണ് സ്റ്റെപ്പിൻ്റെ പ്രത്യേകത. വിശുദ്ധി, അങ്ങയുടെ വിശുദ്ധി, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം. ഇതാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ ദൈവമെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മളത് താറുമാറാക്കുന്നത് നമ്മുടെ ഹിതമനുസരിച്ച് നമ്മൾ പലതും ചെയ്യണം. അതുകൊണ്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ ക്രമവും പദ്ധതിയും അനുസരിച്ചുള്ളത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ആ മൂന്നാമത്തെ ഖണ്ഡികയിൽ മൂന്നാമത്തെ പ്രാർത്ഥന, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എന്നിലാകണമേ. ഇത് വളരെ പ്രധാനമാണ്. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ബ്രദറെ, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? ഞാൻ പറയും, ഈ ഒരു കാര്യം നിങ്ങൾ ആരോടും ചോദിക്കരുത്. ദർശനത്തിലോ മറ്റുള്ളവരോടോ ചോദിച്ചുകൊണ്ട് അവർ പറയണതല്ല കേൾക്കേണ്ടത്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന നിർത്തി പ്രാർത്ഥിക്കുക, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഇതാണ് മാതാവിൽ നിന്ന് പഠിക്കേണ്ടത്. മാതാവ് അങ്ങയുടെ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ. ഇത് വളരെ പ്രധാനം സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ. പിന്നെ 4-ാമത്തെ കാര്യം, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ ഭക്ഷണം മാത്രമല്ല. ഭൗതികമായ ഭക്ഷണം കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? എന്നാൽ ലോകത്തിൽ ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി. എന്നാൽ മറ്റൊന്ന്, നമ്മൾ ആത്മീയ ഭക്ഷണം, ദൈവത്തിൻ്റെ വചനം. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്, അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. സ്വർഗീയ ഭക്ഷണം, പരിശുദ്ധ കുർബാന, ആത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, ഇതാണ് അവിടുത്തെ വിഷയം. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്തതാണ് ക്ഷമിക്കുക എന്നുള്ളത്. അതിനു മുമ്പ് അതാണ് ആ ഓർഡർ തെറ്റരുത്. ആദ്യം പോയിട്ട് ക്ഷമിക്കാൻ നോക്കിയാൽ ക്ഷമ നടക്കില്ല. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിശുദ്ധി കൊണ്ടും കൃപ കൊണ്ടും ആത്മീയ ശക്തി കൊണ്ടും നിറഞ്ഞാൽ മാത്രമേ നമുക്കൊരാളോട് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. ക്ഷമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ പ്രധാന പോയിൻ്റ്. അത് ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് പറയുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പറയാറുള്ള ബ്ലോക്കുണ്ട. എന്താ ബ്ലോക്ക്? ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ട, എങ്കിലും ആര്യം മനസ്സിലാക്കാൻ ബ്ലോക്കുണ്ടാകാം. എന്താണ് ബ്ലോക്ക്? ക്ഷമ ഇല്ലെങ്കിൽ, ക്ഷമിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ അതാണ് ഈശോ എടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് ഞങ്ങളുടെ കടങ്ങൾ
ഞങ്ങളോട് ക്ഷമിക്കണേ. ആ ക്ഷമയുടെ മേഖല, ക്ഷമിക്കുന്നില്ലെങ്കിൽ പിതാവും ക്ഷമിക്കില്ല. ഓക്കെ, അതിന് അവസാനം രാജ്യവും മഹത്വവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാണ്. അപ്പം നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഖണ്ഡികയെ നീങ്ങിയിട്ടുള്ളൂ. അത് അവസാനിപ്പിക്കുന്നു. നമ്മളൊരു നിമിഷം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ നിർബന്ധ ബുദ്ധിയോടെ പ്രാർത്ഥിക്കുക. സമയം അനുസരിച്ചിട്ടല്ല, അതിൽ കൂടുതലായിട്ട് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ പ്രേരണ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഹൃദയമാണ് പ്രധാന കാര്യം. ഹൃദയം ലാളിത്യത്തോടും വിനയത്തോടും കൂടി പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ എല്ലാ ദാനങ്ങൾക്കും വേണ്ടി. തുടർന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ വീണ്ടും കേട്ടു. അതിൻ്റെ സാരാംശത്തിൽ സാവധാനം ഒന്ന് പ്രാർത്ഥിക്കണം. അത് അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട്, ഞാൻ പിതാവിൻ്റെ മകളാണ്, എനിക്കെല്ലാം പിതാവ് ഒരുക്കി വച്ചിട്ടുണ്ട്, എനിക്ക് ഒന്നിനെക്കുറിച്ചും നാളത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടതേ ഇല്ല. വരുവിൻ, നമുക്ക് നന്ദിയോടെ ഈ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം.